മാസത്തിലൊരു മുടിവെട്ടൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മുടി മുറിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുടി മുറിക്കുമ്പോൾ ആഴ്ചയും മാസവും പിന്നെ വെളുത്തവാവ് കറുത്തവാവ് അതൊക്കെ നോക്കാറുണ്ടോ? ഞാനിവിടെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തവാവിൻ്റെ അവസാനം ആവുമ്പോഴാണ്, വെളുത്തവാവ് ആവാറാവുമ്പോഴാണ് ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് അങ്ങനെയൊക്കെ നോക്കി കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അതുപോലെയൊക്കെ കട്ട് ചെയ്തോളൂ. മുടി നന്നായിട്ട് വളരാനൊക്കെ അത് നല്ലതാണ് കേട്ടോ. പഴമക്കാർ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുടി സ്വന്തമായിട്ട് വെട്ടാൻ പോവുകയാണ്. ഞാൻ അധികം അച്ഛനെ കൊണ്ടോ അല്ലെങ്കിൽ അനിയനെ കൊണ്ടൊക്കെയാണ് എൻ്റെ മുടി വെട്ടിപ്പിക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ആരുമില്ല, അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് അങ്ങ് വെട്ടാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മോഡലിലാണ് കേട്ടോ ഞാൻ വെട്ടുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് മുടി വെട്ടുന്നവരൊക്കെ ഈ ഒരു മോഡൽ പരീക്ഷിച്ചാൽ മതി. നന്നായിട്ട് സ്ട്രെയിറ്റ് ഹെയർ ആയിട്ട് നമുക്ക് വെട്ടി കിട്ടും. അപ്പോൾ ഞാൻ അറ്റത്തൊരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു ബുഷ് അങ്ങനെ എന്തോ ഒന്നാണ് എടുത്തിട്ടുള്ളത്. അത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ഇതിലായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ലെങ്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കെട്ടൽ കൂട്ടാട്ടോ, ബണ്ണൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് ഇത്രയും ഭാഗമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മുറിക്കാം. ലെയറൊക്കെ കട്ട് ചെയ്തിട്ട് ആകെ മുടിയൊന്നും ഒപ്പമല്ല, അതുകൊണ്ടാണ് ഒപ്പം വെട്ടാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത്. ലെങ്ത്ത് കൂടുമ്പോൾ അപ്പോൾ ഞാൻ ഒപ്പം വെട്ടി കൊടുക്കാറുണ്ട്. അപ്പോഴേക്കും ഇത് ഏട്ടൻ വന്നു കേട്ടോ. അപ്പോൾ ഏട്ടനെ കൊണ്ട് അങ്ങ് വെട്ടിപ്പിക്കാൻ വിചാരിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ മുടി വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പണ്ട് മുതലേ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അച്ഛനെ കൊണ്ടും അനിയനെ കൊണ്ടൊക്കെയാണ് വെട്ടിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഏട്ടനെ കൊണ്ട് വെട്ടിച്ചു കേട്ടോ. പിന്നെ തലപ്പൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ മുടിയുടെ അറ്റമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫുള്ള് ബണ്ണും ഊരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ എനിക്കിത് നല്ല സ്ട്രെയിറ്റ് ഹെയർ ആയിട്ട് തന്നെ വെട്ടി കിട്ടിയിട്ടുണ്ട്. ആ തുങ്ങലും തോരലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് ഞാൻ എണ്ണയും കൂടി തേച്ച് കൊടുക്കേണ്ട. എണ്ണ തേക്കാൻ മറക്കരുത് തലപ്പത്ത്. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ ബൈ, സീ യു.